ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്ക ഇപ്പോൾ യുദ്ധം നിർത്തും എന്നാണ് പറയുന്നത്. അതിന് കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന്റെ ആണവശേഷി അമേരിക്ക തകർത്തു എന്നാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്ക പറയുന്നു. ആണവായുധം ഇല്ലാത്ത രാജ്യങ്ങളെ അമേരിക്ക സൈനികമായി വേട്ടയാടുമെന്നും എന്നാൽ ആണവ ശക്തിയുള്ള രാജ്യങ്ങളെ അവർ ഭയപ്പെടും എന്നുമുള്ള ഉത്തര കൊറിയയുടെ ദീർഘകാലമായുള്ള വിശ്വാസം ശരിയാണെന്ന് സ്ഥാപിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇറാൻ സംഘർഷം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്നെയാണ് ഇപ്പോൾ ഇത് വീണ്ടും പറയുന്നത്. ചൊവ്വാഴ്ച ഉത്തര കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിം ജോങ് ഉൻ വാഷിംഗ്ടണെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെയും വാഗ്ദാനങ്ങളെയും തള്ളിക്കളഞ്ഞ തന്റെ തീരുമാനം 100% ശരിയാണെന്ന് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നു എന്നും കിം ജോങ് ഉൻ കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി ഇനി ആർക്കും മാറ്റാനാവാത്ത വിധം ഉറച്ചുപോയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് കിമ്മിന്റെ ഈ നിർണായക പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ആണവ നിരായുധീകരണം എന്ന പഴയ അജണ്ട ഇനി ചർച്ചയാകില്ലെന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് കിം ജോങ് ഉൻ ഇതിലൂടെ നൽകുന്നത്. ഉത്തര കൊറിയയെ ഒരു ആണവ ശക്തിയായി അംഗീകരിക്കുകയും തങ്ങൾക്കെതിരായ ശത്രുതാപരമായ നയങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അമേരിക്കയുമായി ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നൊരു നിലപാടിലാണ് ഉത്തര കൊറിയ. അതിനിടെ പുതിയ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണവും നടത്തി ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഉത്തര കൊറിയയുടെ പുതിയ നിലപാട് മേഖലയിലെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പരമോന്നത നേതാവായ അയത്തൊള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം മുജ്തബ ഖമനേയിയെ നേതാവായി തെരഞ്ഞെടുത്തതിനെ ഉത്തര കൊറിയ പിന്തുണ അറിയിക്കുകയും ചെയ്തു. കൂടാതെ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ രാജ്യം അപലപിക്കുകയും ചെയ്തു. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി സൈനികാഭ്യാസം ആരംഭിച്ചതിന് പിന്നാലെ അത്യുഗ്ര ശേഷിയുള്ള ക്രൂസ് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നു. കൊറിയൻ യുദ്ധക്കപ്പലായ ചോയ് ഹ്യോണിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചത്. തങ്ങൾ എന്തിനും തയ്യാറാണെന്നൊരു സൂചന കൂടിയാണ് അന്ന് കിം ജോങ് ഉൻ നൽകിയത്. ഇപ്പോൾ ഉത്തര കൊറിയയുടെ ആണവായുധ പദവി മാറ്റമില്ലാത്തതും ശാശ്വതവും ആണെന്ന് പറയുകയാണ് കിം ജോങ് ഉൻ. സാമ്പത്തിക നേട്ടങ്ങൾക്കോ മറ്റ് വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയോ ആണവായുധങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ദക്ഷിണ കൊറിയയെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് കിം വിശേഷിപ്പിച്ചത്. മേഖലയിൽ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഉത്തര കൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകളെ ഭീകരവാദം എന്നാണ് കിം ജോങ് ഉൻ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ അധിനിവേശത്തെ ചെറുക്കാൻ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കൂടെ അദ്ദേഹം പറയുന്നു. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷാ കവചമാണെന്നും അത് വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി 2026 പ്രതിരോധ ബജറ്റിൽ വലിയ തുക നീക്കിവച്ചതായി ഉത്തര കൊറിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കിം ജോങ് ഉന്നിന്റെ ഈ പ്രസ്താവന മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയാണ്.